വേണ്ടാന്ന് പറയുകയും ചെയ്യും, രാത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അതിനിപ്പോ അജിത് കുമാറിനെ പോലുള്ളവരുണ്ടല്ലോ. അപ്പൊ അജിത് കുമാർ ഇപ്പൊ DGPയുടെ ലിസ്റ്റിലുണ്ട്. മിക്കവാറും അദ്ദേഹമായിരിക്കും DGP ആയിട്ട് വരിക. കാരണം കേന്ദ്രത്തിനും ഇഷ്ടമാണ്, കേരളത്തിനും ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് അൻവർ പറഞ്ഞ്. അത് ഞങ്ങൾ ഇലക്ഷന് ഞാൻ ചർച്ചയാക്കും. അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെ വോട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിൽ CPMന്റെ വോട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറെ കൂടെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും. അൻവറിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ല എന്ന് പറഞ്ഞു. അൻവറുമായിട്ടുള്ള ചർച്ചയിലൊക്കെ പ്രധാന പങ്കുവച്ച ഒരാളെന്ന നിലയിൽ തുടർ ചർച്ചയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട്? അല്ല, ഞാൻ പറയുന്നു അൻവർ ആ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജൂൺ 19 കഴിഞ്ഞാലും നമുക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു വികാരം കൊണ്ടിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിൽ വികാരം കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ നിലമ്പൂരിൽ നിന്ന് മൂന്നാം പിണറായി സർക്കാരിന്റെ കാഹളം മുഴങ്ങുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത്. അത് നമുക്ക് 23-ാം തീയതി അറിയാലോ. വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകും. മൂന്നാമത്തെ കേരളം പിണറായി ഭരിക്കും എന്നുള്ളതാണ് പറയുന്നത്. തുടക്കം ഇതാണ്. മൂന്നാമത്തെ തവണ പിണറായി അല്ല ഭരിക്കും. അടുത്ത വർഷം ഞങ്ങൾ ഭരിക്കും. എളുപ്പമാണോ? പിന്നെ എന്താ എളുപ്പമല്ലാണ്ട്? അതിന്റെ എല്ലാ സൗകര്യവും പിണറായി തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെന്താ? BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് അതാ ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി. ഞാൻ 1970 ബൈ ഇലക്ഷനിൽ പോയില്ല. അന്നത്തെ ഭാരതീയ ജനസംഘത്തിന് 1000 വോട്ട് കിട്ടിയത് നിയോജകമണ്ഡലം. ഇന്നിപ്പോ ഇന്ത്യയിലെ മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ട് പോലും എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? അതൊരു പ്രധാന ഘടകമല്ലേ? എന്നിട്ട് സംസ്ഥാന അധ്യക്ഷൻ ടൂർ പോകാൻ കണ്ട നേരം വിദേശത്തേക്ക്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു ഇലക്ഷൻ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പല അന്തർനാടകങ്ങളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ നീ ഇത്ര മതിയല്ലോ അല്ലേ? ഞാൻ 6-ാം തീയതി തൊട്ടാണ് നിലമ്പൂരുണ്ടാവട്ടെ. അതിന് മുമ്പ് കണ്ടില്ലെങ്കിൽ എവിടെ മുരളീധരൻ ചോദിക്കരുത്.